മീറ്ററിലാണ്, സ്പീഡ് മീറ്ററിൻ്റെ അടുത്താണ് ഇപ്പോൾ ഞാനുള്ളത്. നിങ്ങൾ കാണുന്നുണ്ടാവാം ഓരോ വാഹനങ്ങളും കടന്നു പോകുമ്പോൾ ആ വാഹനങ്ങളുടെ സ്പീഡാണ് ഈ മീറ്ററിൽ കാണിക്കുന്നത്, ഈ ബോർഡിൽ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. അത് ഒരു 150 മീറ്ററിൻ്റെ അപ്പുറത്ത് നിന്ന് ക്യാമറയുടെ 150 മീറ്ററിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് സ്കാൻ ചെയ്തിട്ടാണ് ഏകദേശം ആ വണ്ടിയുടെ സ്പീഡ് വരുന്നത്. ഇതിൽ പച്ച കത്തുന്നതൊക്കെ ഓക്കെയാണ്. പച്ച കത്തുന്നതാണെങ്കിൽ എല്ലാം ഡ്രൈവ് ഓക്കെയാണ്. അതല്ല ആ അക്കങ്ങൾ ചുവപ്പാണെങ്കിൽ സ്പീഡ് ലിമിറ്റ് കൂടുതലായിരിക്കും. കാരണം പറയപ്പെട്ടതിനേക്കാൾ അനുവദിക്കപ്പെട്ടതിനേക്കാളും കൂടുതൽ സ്പീഡാണ് എന്നുള്ള ചുവപ്പ് കത്തി. അതാണ് അതുകൊണ്ട് പറയുന്നത്. മനസ്സിലാക്കണം. നമ്മളെ ഇപ്പോൾ ക്യാമറ ഓപ്പൺ ആയിക്കണോ വർക്ക് സ്റ്റാർട്ട് ആയിക്കണോ എന്നറിയില്ല. അപ്പോൾ ഇപ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ എത്തുകൂടെ ഈ ഓവർ സ്പീഡിൽ പോയ കഥ വരുന്ന വണ്ടി ഓവർ സ്പീഡാണ് അല്ലേ. എത്ര ഒരു 150 മീറ്റർ അകലത്തിൽ നിന്നാണ് ഇപ്പോൾ ആ വണ്ടിയുടെ സ്കാനിങ് അവിടെ പിടിക്കപ്പെട്ടത്. അപ്പോൾ അതിൽ പിന്നെ ഇത് മീറ്റർ ചാലു ആയി കഴിഞ്ഞാൽ എന്താ സംഭവിച്ചാൽ ശരിക്ക് ഫൈന് അഡ്രസ്സിൽ വരും, അത് കത്താൻ അത് അടക്കേണ്ടി വരും. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് കൂടെ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് കൂടെ പോകുന്ന ഏതൊരു വാഹനം നമുക്ക് അത്ര സ്പീഡായിട്ട് തോന്നില്ല. കാരണം റോഡിൻ്റെ ആ ഒരു സുഖം കൊണ്ട് തന്നെ വാഹനങ്ങളിൽ അത് പ്രകടമാകുന്നില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല അതിനുള്ളിൽ ഗ്ലാസ് അടച്ച് വെച്ചിട്ട് പോകുന്നവരാണെങ്കിൽ അവർക്ക് ഒന്നും അറിയുന്നുണ്ടാവില്ല. പക്ഷേ മീറ്ററിൽ എന്തുണ്ട് ഓവർ സ്പീഡ് കാണിക്കുന്നുണ്ടെന്നുള്ള. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചാൽ ഫൈന് നല്ല വരും. ഇങ്ങനെ ഓരോ സ്ഥലത്ത് ക്യാമറ വെക്കുകയാണെങ്കിൽ ആ പോയ വണ്ടി ഒക്കെ എന്താണ് റെഡ് കാണിച്ചിട്ടുണ്ട്. റെഡ് കാണിച്ചാൽ പേടിക്കണം, അപകടമാണെന്നുള്ള. അപകടം പറഞ്ഞാൽ ഫൈനായിട്ടുണ്ടെന്നുള്ളതാണ്. മിതമായ സ്പീഡ് ഓരോ വാഹനങ്ങൾക്കും പറയപ്പെട്ട ട്രാക്കിനനുസരിച്ചുള്ള മിതമായ സ്പീഡിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് പോക്കറ്റ് കാലിയാവില്ല. അതല്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റ് കാലിയാവാൻ എളുപ്പ വഴിയാണ് നാഷണൽ ഹൈവേ റോഡ്. മനസ്സിലായി. അപ്പോൾ ഈ കാറൊക്കെ പോകുന്നത് നമുക്ക് കാണുമ്പോഴല്ലോ ഒന്നും തോന്നില്ല. പക്ഷേ അതൊക്കെ